ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബീച്ച് സൈഡിലാണ്, കൽബ ബീച്ചിലാട്ടോ ഉള്ളത്. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ കളക്ട് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കൊണ്ട് എത്ര കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല അറ്റ്മോസ്ഫിയർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ്. ഇപ്പോൾ ക്ലൈമറ്റും കുറച്ച് നല്ല തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില്ലായിട്ടിരിക്കാൻ പറ്റിയൊരു സമയമാണ്. നമുക്കപ്പോൾ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പാ. നല്ല അടിപൊളിയായിട്ടാണ് വന്നത്, പക്ഷെ പാക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. നല്ല. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ ഇന്നലെ പെറുക്കിയെടുത്തിട്ടുള്ള ഷെൽസും അതുപോലെ തന്നെ കുറച്ച് സ്റ്റോൺസും ഒക്കെ നമ്മൾ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ ബേസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതാ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡാണ്. നല്ല നീറ്റായിട്ട് ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓവൽ ഷേപ്പിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതൊരു മെത്തേഡായിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓവൽ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കട്ടിയുള്ള ബേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒട്ടിച്ചിട്ടൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് തിക്നെസ് കുറഞ്ഞ കാർഡ്ബോർഡ് ആണെങ്കിൽ 1-2 കാർഡ്ബോർഡ് വെച്ച് കട്ടിയാക്കിയിട്ട് മാത്രം ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ബേസിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ളൊരു ഫോം പോലത്തെ ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ പൊള്ളിയത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ സൊല്യൂഷൻസൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് അവർക്ക് ഹോം റെമഡീസ് ആയിട്ടും അല്ലാത്ത ഓയിൽമെൻറ്റ്സും കുറേ കാര്യങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞു. ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ നേരത്തെ എടുത്തുള്ള ഒരു ഫോം പോലത്തെ ഐറ്റം കുഞ്ഞു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഇതുപോലെ നമ്മൾ പെറുക്കി വന്നിട്ടുള്ള ഷെൽസ് ഉണ്ടല്ലോ, ഓർഡറായിട്ട് വലുതെന്ന് ചെറുതിലേക്ക് എന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഒരേ സൈസിലെടുത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റെപ്പ് പോലെ വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മളിങ്ങനെ കർവായിട്ട് വരുന്ന രീതിയിൽ ഒരു ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ബെൻഡ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് പോലത്തെ നല്ല സെക്യൂറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചെറിയൊരു കട്ട് കൊടുത്തത്. അതിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചെറിയൊരു കട്ടിട്ട് തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് സേഫ് ആയിട്ടും ഇരിക്കും. കാരണം കുറച്ച് ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത് ഇരിക്കുന്നത് കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ ബേസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സ്റ്റിക്ക് ഇതുപോലെ ഇങ്ങനെ മെൽട്ടായത് ഇങ്ങനെ വെലിഞ്ഞ് നിൽക്കും. അത് അന്നേരം തന്നെ നമ്മൾ വലിച്ച് കളയണം, അല്ലെങ്കിൽ നമുക്ക് നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടൂല. ഇനി നമുക്കിതാ ഇതുപോലെ നമ്മൾ പെറുക്കിയെടുത്തുള്ള സ്റ്റോൺസ് ഒരു മതിലൊക്കെ കിട്ടി നിൽക്കുന്ന രീതിയിലുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ 2 കല്ലിൻ്റെ നടുവിലായിട്ട് അടുത്ത കല്ല് വരുന്ന രീതിയിൽ കല്ലൊക്കെ കെട്ടുന്ന ആ ഒരു മതിലൊക്കെ കെട്ടിയ ഒരു ലുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് കാണുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ലെയർ അടുക്കി വെക്കുക. രണ്ടാമത്തെ ലെയർ വരേണ്ടത് 2 കല്ലിൻ്റെ നടുവിൽ ആ ഒരു സ്പേസിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കല്ലൊക്കെ വലുത് ചെറുത് അതിന് ഷേപ്പൊന്നും നോക്കിയിട്ടില്ല. കിട്ടിയ കല്ല് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കല്ലിന് നമ്മൾ കളറൊന്നും കൊടുക്കുന്നില്ല, കാരണം ആ ഒരു കല്ലിൻ്റെ തന്നെ ലുക്കാണ് നല്ല രീതിയിൽ നമുക്കത് മാച്ചായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കല്ലിൻ്റെ കളർ തന്നെ നമുക്ക് നിർത്തിച്ചാൽ മതി. കല്ലിന് കുറച്ചും കൂടി ഡാർക്കായിട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ. പക്ഷേ ഈ ഒരു കല്ലിൻ്റെ കളർ തന്നെയാണ് നമുക്ക് ഒന്നും കൂടി ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ കുഞ്ഞും വലുതും ഒക്കെ കല്ല് വെച്ച് നമ്മളൊന്ന് കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എത്രയാണോ നമ്മൾ ലെയർ കൊടുക്കാൻ കല്ല് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് കണക്കായിട്ട് മാത്രം അത് പൊക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിന് കണക്കായിട്ട് അവൈലബിൾ കുറവാണെങ്കിൽ ഒരു 2 ലെയറിൽ മാത്രം നിർത്തിയാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിലൂടെ നമ്മൾ ആ ഒരു ഷെൽസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായില്ലേ, ആ ഒരു ബ്ലാക്ക് കളർ ഫോം പോലത്തെ, അതും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കിട്ടിയ കല്ല് വെച്ചിട്ട് കുഞ്ഞു കല്ല് വെച്ചിട്ട് അതും കൂടി നമ്മൾ കംപ്ലീറ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ ഒരു കല്ലും സ്റ്റോൺസൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് നീറ്റാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് കളർ സംഭവം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ പണ്ട് ടൂറൊക്കെ പോകില്ലേ, കന്യാകുമാരിയൊക്കെ ടൂർ പോകുമ്പോൾ ഞാനൊക്കെ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. ഇപ്പം എനിക്കതൊക്കെ ഓർക്കുമ്പം ഒരു ചിരിയുടെ പുറത്ത് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട്, അന്നേരം തന്നെ എനിക്ക് തോന്നുന്നു 100, 200, 300 രൂപ ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഓരോ ഷെല്ലിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പൈസ എന്നൊക്കെ പറയുന്നത് അത്രയും കോസ്റ്റ്ലി ആണല്ലേ. അപ്പോൾ ഇപ്പം നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് വേറൊരു ഫേസാണ്.
ആ ഒരു സമയത്ത് നമ്മളത് ചിന്തിക്കുന്നില്ല. കാരണം ഇതുപോലത്തെ സ്റ്റോൺസ് ഒക്കെ വെച്ച് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. 7ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ചെറുതല്ലേ. ഇപ്പോൾ അതൊക്കെ സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രൗഡ് ഫീലും ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മയിലും വരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കന്യാകുമാരിയിലൊക്കെ ടൂർ പോയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ 7ാം ക്ലാസ്സിൽ പോയ സമയത്ത് ഒരു ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ഷെല്ലിൻ്റെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ തറവാട്ടിലുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷെൽസ് എന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി നിൽക്കുന്ന രീതിയിലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് ഇതുപോലെ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വലിച്ച് നിൽക്കുമ്പോൾ നല്ല നീറ്റായിട്ട് മെൽട്ടായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ഷെൽസിലേക്കും ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് കുറച്ച് ഒരു 3-4 ലൈൻസ് വരുന്ന രീതിയിൽ അതിന് മുകളിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെള്ളം ഒഴുകി നിൽക്കുന്ന രീതിയിലൊരു ലുക്ക് കിട്ടും. ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ് പരിപാടി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ലീഫും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആകുമ്പോൾ നല്ല നീറ്റ് റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമുക്കെല്ലാം ആയിട്ട് ഇനി ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. നമുക്ക് നോർമലി ബ്ലൂ കളറാണല്ലോ നമ്മൾ വെള്ളത്തിനൊക്കെ കൊടുക്കുന്നത്. ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ബ്ലൂ കളർ ആ ഒരു താഴത്തെ പോർഷനിൽ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ ഷെല്ലിൽ നിന്ന് ഒഴുകി വരുന്ന രീതിയിലുള്ള ആ ഒരു സ്പേസിലേക്കും കൂടി ബ്ലൂ കളർ അടിച്ചിട്ട് ആ ഒഴുകുന്ന വെള്ളം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വെള്ള കളറിൽ തന്നെ വേണമെന്നാണ് ഇഷ്ടമെങ്കിൽ അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് എനിക്ക് അതും ഞാൻ പറയാമല്ലോ, പണ്ട് ഇങ്ങനെ ഗ്ലൂ ഗണ്ണൊക്കെ ഒഴുകി ഇറങ്ങുന്ന രീതിയിൽ ലുക്ക് കൊടുത്തിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിക്കും. എന്നിട്ട് ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പം കയ്യിൽ ഇങ്ങനെ പറഞ്ഞൊക്കെ വരുമ്പോൾ ഇങ്ങനെ റബ്ബർ പോലെ വലിയുമല്ലോ, അത് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ വലിച്ചു വിട്ട് ആ ഒരു സംഭവം അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ ഗ്ലൂ ഗണ്ണ് ഉണ്ടെന്നോ ഈ ഗ്ലൂ ഗണ്ണ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ മെൽട്ടായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നതാണെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഞാനൊക്കെ ഓൾമോസ്റ്റ് ഒരുപാട് ലേറ്റായി. കാരണം മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്ലൂ ഗണ്ണ് എന്താണെന്നുള്ളത് അറിയുന്നത്, ഗ്ലൂ ഗണ്ണ് വാങ്ങിക്കുന്നതൊക്കെ. അപ്പോൾ ഭയങ്കര ലേറ്റായി എന്ന് തന്നെ പറയാമല്ലേ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസം എന്ന് പറയുന്ന പോലെ എൻ്റെ സമയം ആ ഒരു സമയത്തായിരിക്കും ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതുപോലെ വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ആയി വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ സിമ്പിളാണ്, നല്ലൊരു ഡെക്കോർ ഐറ്റം ആണ്, സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ശ്രദ്ധിക്കുക, എന്നെപ്പോലെ പണി വാങ്ങിച്ച് കൂട്ടരുത്. ഇന്നലെ പൊള്ളിയത് നന്ന രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, അത് പൊങ്ങി പൊട്ടാതെ നോക്കൽ മാത്രമേ ഉള്ളൂ. അത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കാണുന്നവരുണ്ട് ഒരുപാട് പേര്, അവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആ ഒരു കാർഡ്ബോർഡിൻ്റെ തിക്നെസ് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. നല്ലൊരു നല്ല ഒരു സർഫസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു മതിലൊക്കെ കെട്ടിയ പോലത്തെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ. മറ്റു നല്ല വീഡിയോ കാണുന്നത് സേഫ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.